വൈഷ്ണവ് സുരേഷ് എന്ന് പറയുന്ന 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി മത്സര രംഗത്തേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും CPM-നെ സംബന്ധിച്ച് CPM-നെ ഭയപ്പെടേണ്ട ഒരു സ്ഥലമൊന്നും അല്ല മുട്ടട എന്ന് പറയുന്നത്. കാരണം മുട്ടടയിൽ കെ ചന്ദ്രിക ഉൾപ്പെടെയുള്ള മുൻ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള CPM-ന് അപ്രമാദിത്വമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മുട്ടട എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥി, ഒരു യുവ സ്ഥാനാർത്ഥി വരുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എനിക്ക് തോന്നുന്നില്ല. കാരണം ചില CPM മേഖലയും വൈഷ്ണവ് സുരേഷ് വന്ന് അവിടെ മത്സരിക്കുന്നതിനെ ഇനി എതിർക്കാൻ നിൽക്കുമെന്ന്. അത് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് വൈഷ്ണയ്ക്ക് അവിടെ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ വൈഷ്ണയ്ക്ക് അവിടെ മത്സരിക്കാൻ അവകാശമുണ്ട് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ വൈഷ്ണവ് സുരേഷ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരത്തി അല്ലെങ്കിൽ ഈ ഒരു KSU പ്രവർത്തക അവിടെ നിയമപരമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റുകളും സബ്മിറ്റ് ചെയ്തിട്ടാണോ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ടും ഈ എതിർപ്പാർട്ടിക്കാരല്ലേ ചോദ്യം ചെയ്യത്തില്ലേ? സ്വാഭാവികമാണ്. CPM-ന്റെ ആരെങ്കിലും ഇതേ രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോൺഗ്രസ്സുകാർ ചലഞ്ച് ചെയ്യുമല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചലഞ്ചിങ്ങിനുള്ള ഓപ്ഷനൊക്കെ വെക്കുന്നത്.